തന്ത്രിയെ അറസ്റ്റിലായ SITയുടെ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരനെ അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SIT ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് കൊല്ലത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് വിശ്വാസികളുടെ മനസ്സിൽ വലിയ മുറിപ്പാടുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് എന്ന് പറയാതെ വയ്യ. ശബരിമലയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പരിശുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിൽ പ്രവർത്തിക്കുന്ന തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് എന്തെങ്കിലും പറയുമോ? ക്യാമറ ഉണ്ടല്ലോ. ക്യാമറ നാൽപ്പത് അടിക്കൂടെടുത്തോ ഇതുകൊണ്ടാ ഞാൻ പത്ത് അടിക്കൂടെടുക്കും. മതി മതി ഇന്ന് മോളെ കേട്ടുണ്ടോ എങ്ങനെ കാണുന്നതന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നത് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മാധ്യമങ്ങൾ ആവർത്തിച്ച് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ. വൈദ്യപരിശോധന പൂർത്തിയാക്കി അദ്ദേഹത്തെ കൊല്ലത്തെ കോടതിയിൽ എത്തിക്കും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. BB അരുൺ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അദ്ദേഹം ഒന്നും പറയാതെയാണ് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? വൈദ്യപരിശോധന നടക്കുന്നത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള വൈദ്യപരിശോധനയാണിത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജീവരിൽ നിന്ന് സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എന്താണ് രാജീവർ പറഞ്ഞെന്ന കാര്യമാണ്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം കാര്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായതില്ല. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഈ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാക്കാനിടയുള്ള ഒരു അറസ്റ്റാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഇതിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ദൈവതുല്യർ ഇതിന് പിന്നിലുണ്ട് നേരത്തെ CPM നേതാവ് കൂടിയായ പത്മകുമാർ പറഞ്ഞപ്പോൾ അത് ആരാണെന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. ഏതായാലും ഇപ്പോൾ അതിൽ ഏകദേശം ഒരു വ്യക്തത വന്നിരിക്കുന്നു. ദൈവതുല്യർ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ദൈവവുമായി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന സ്വാഭാവികമായും തന്ത്രി കുടുംബാംഗങ്ങളാണ്, തന്ത്രിയാണ്, അല്ലെങ്കിൽ മേൽശാന്തിമാരാണ്. അതിൽ തന്ത്രി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇപ്പോൾ
അറസ്റ്റിലായിരിക്കുന്നത്. ജയിലിലേക്കുള്ള വഴിയിലാണ് അദ്ദേഹം ഇത്രയും വൈകാതെ ഇവിടെ നിന്ന് ജയിലിലേക്ക് മജിസ്ട്രേറ്റിന് മുൻപായി ഹാജരാക്കും. അതിനുശേഷം അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാൻ തന്നെയാണ് സാധ്യത. ഇതുവരെ ഈ കേസിൽ ഇത്തരത്തിലുള്ള അറസ്റ്റായ എല്ലാവർക്കും ജയിലിലേക്ക് തന്നെയായിരുന്നു വഴി തുറന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാജീവരുടെയും വഴി അതാകാൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴും പത്മകുമാർ അടക്കമുള്ളവർ മാസങ്ങളായി ജയിലിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവരെല്ലാം ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. അതായത് ഇത്രയും നാൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ ഏറ്റവും പ്രധാനിയായി നിന്ന ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനിയായി നിന്ന ഖണ്ഡന രാജീവര് ജയിലിലേക്കുള്ള വഴിയിലാണ്. ഇത് എന്താണ് അദ്ദേഹത്തിന്റെ പങ്ക്? പോറ്റിയെ അവിടെ കയറ്റിയത് മാത്രമാണോ? പോറ്റിയെ ശബരിമലയുമായി ബന്ധിപ്പിച്ചത് മാത്രമാണോ? അടുപ്പിച്ചത് മാത്രമാണോ? അതിനപ്പുറത്തേക്ക് കൊള്ളയിൽ ഇദ്ദേഹത്തിന് എന്ത് പങ്കാണ് ഉള്ളത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അന്വേഷണ സംഘം സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ രാജീവരെ പോലെ ഒരാളെ കസ്റ്റഡി എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ സംഘം തയ്യാറാകില്ല. കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ നടത്തുന്നത് രാഷ്ട്രീയമായ വലിയ തിരിച്ചുണ്ടാക്കാവുന്ന നീക്കമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയായിരിക്കണം രാജീവരെ ഇങ്ങനെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. വൈദ്യപരിശോധന തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ഇപ്പോഴും വൈദ്യപരിശോധന തുടരുകയാണ്. വളരെ നിർണായകമായ ഒരു നടപടിക്രമമായി ഇതിനെ കാണേണ്ടതുണ്ട്. വളരെ നിർണായകമായ അറസ്റ്റ് ഇതിനെ കാണേണ്ടതുണ്ട്. ഇതിന് മുകളിലേക്ക് ഇനി ആരിലേക്കെങ്കിലും അന്വേഷണം പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. സ്വാഭാവികമായും അത്തരത്തിൽ അന്വേഷണം ഒരുപക്ഷെ പോയേക്കാം. എങ്കിലും അത് ആരിലേക്കാണ്? ഇതിനപ്പുറത്തേക്ക് ആർക്കൊക്കെ പങ്കുണ്ട്? ഇപ്പോഴത്തെ തന്ത്രിയുണ്ട്, തന്ത്രി കുടുംബാംഗങ്ങൾ മറ്റാർക്കും പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെയാണ് ഈ സ്വാഭാവികമായും അന്വേഷണം നീളേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്കും അധികം വൈകാതെ അന്വേഷണം പോയേക്കും. ഏതായാലും ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷം നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അനാവശ്യമായി അവരെ സമ്മർദ്ദരാക്കുന്നു എന്ന കണ്ടെത്തലോടുകൂടി ഹൈക്കോടതി ഇത് കണ്ടെത്തിയ ശേഷം അതിനുശേഷമാണ് ഇത്തരം ഒരു അറസ്റ്റിലേക്ക് ഏതായാലും അന്വേഷണം കടന്നിരിക്കുന്നത്. സ്വാഭാവികമായി ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഇതിലുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് അവിടെ അപ്പോഴാണ് കൈകൾ ശുദ്ധമാണെന്ന് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞാൻ അതുകൊണ്ടാണ് നിയമത്തിൻ്റെതായ രീതിയിൽ പോകട്ടെ. ഞങ്ങളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അയ്യപ്പനോട് കളിച്ചിട്ട് ആരും രക്ഷപ്പെടില്ലെന്നാണ് എനിക്ക് പറയാം. വരട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ വരട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ അതും വരും. മന്ത്രിയുടെ ഉത്തരവാദിത്വം എത്രമാത്രമുണ്ട് എന്നുള്ളതൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് അതിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. താങ്കളെ കുടുക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങേക്ക് പറയാനുള്ളത് പറയൂ. പറയാനുള്ളത് പറയൂ. വൈദ്യപരിശോധന പൂർത്തിയാക്കി തന്ത്രിയുമായ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.